ഓക്കെ, തിരിച്ചു വരാമോ? കം കം ഇവിടെ വന്ന് നമുക്ക് ഇതൊന്ന് സംസാരിക്കാം. ഓക്കെ സാർ, റിലാക്സ്. ഓക്കെ, സാറിൻ്റെ പേരെന്താണ്? ബാലസുബ്രഹ്മണ്യം. ഡോക്ടർ ബാലസുബ്രഹ്മണ്യം. ഡോക്ടർ ബാലസുബ്രഹ്മണ്യം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്. ആ സ്ഥലപ്പേരെന്താ? ചായലോട്, പത്തനാപുരം മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്. സാർ എത്ര നാളായി ഇവിടെ സ്വിമ്മിങ്ങിന് വന്നിട്ട്? എത്രാമത്തെ ലെസനാണിത്? രണ്ടാമത്തെ ലെസൺ. ടോട്ടൽ ഡേയ്സ്, ഹൗ മെനി ഡേയ്സ് ടോട്ടൽ? 28 days. 28 ഡേയ്സിൽ സാറിന് എന്താണ്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് യു ആർ സ്പെൻഡിങ് ദ മണി, വാട്ട് യു ഗെറ്റ് ദ റിസൾട്ട്? ക്യാൻ യു പ്ലീസ് സേ? എന്ത് ഫ്രീ സ്റ്റൈൽ എത്ര ലാപ്പ് പോകുമായിരുന്നു? 20 ലാപ്പ്. 20 ഈ ലാപ്പ് ഇൻറ്റു 29 മീറ്ററിൽ 20 ലാപ്പ്. പിന്നെ റൗണ്ട് എത്ര ഇത് ചെയ്യുമായിരുന്നു? ഹൗ മെനി റൗണ്ട്? 15 റൗണ്ട്. 15 ഇൻറ്റു 40 ആകുമ്പോൾ 15 റൗണ്ട്. പിന്നെ ഫ്രീ സ്റ്റൈലിൻ്റെ കാര്യമാണല്ലോ. ബ്രസ്റ്റ് സ്ട്രോക്ക് എത്ര ലാപ്പ് ചെയ്തു? 20 ലാപ്പ്. 20 ഇൻറ്റു 29. ഓക്കെ, എത്ര റൗണ്ട് ചെയ്തു? 15 റൗണ്ടും ബ്രസ്റ്റ് സ്ട്രോക്ക് ചെയ്തു. ഓക്കെ, സോ എത്ര കിലോ വെയിറ്റ് റെഡ്യൂസായി സാറിന്? 8 കിലോ ഇത്രയും ക്ലാസ്സിനുള്ളിൽ റെഡ്യൂസായി. ഓക്കെ, ഇനി ഈ സാറിൻ്റെ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ സ്വിമ്മിങ് കൊണ്ട്, ഇത്രയും ക്ലാസ് കൊണ്ട്, അതായത് 28 ക്ലാസ് കൊണ്ട് സാറിനുണ്ടായ ബെനിഫിറ്റ് ഇറ്റ് ഈസ് റെക്കമെൻഡബിൾ ആണോ? അതെ. അപ്പം ഇത് വെയിറ്റ് റെഡ്യൂസ് ആയല്ലോ സാറിന്. 8 കിലോ റെഡ്യൂസായി ഇൻ 28 ലെസണിൽ. അപ്പം ഹൗ ഡു യു റെക്കമെൻഡ് ഇത്? അതുപോലെ ഈ ക്ലാസിക്കൽ ഫ്രീ സ്റ്റൈലിൽ നിന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണോ, ഈ കോച്ച് അരവിന്ദ് പറഞ്ഞത് തന്നെയാണോ സാറ് പഠിച്ചതും ചെയ്തതും? ഓക്കെ, സോ ഹൗ ഡു യു ഫീൽ? ഇറ്റ് ഈസ് ഈസി ഓർ? ഈസിയാണ്. അപ്പം ഓക്കെ, ഇത് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് ആൻഡ് ഇഞ്ചുറി ഫ്രീ. വിതൗട്ട് ഇതുവരെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ലാസ്റ്റ് 5 years I am teaching here, incident and injury free. There is no incident, no injury, because that is thanks to Qatar Gas. They teach IAEF training. I am very happy. ഞാൻ പഠിപ്പിച്ചേക്കുന്ന ലാസ്റ്റ് 5 years നമ്മുടെ നാട്ടിൽ 20 മുതൽ ഞാൻ പഠിപ്പിക്കുന്നു. ഒരാൾക്ക് ഒരു ഇഞ്ചുറിയോ ഒരു ഇൻസിഡൻറ്റോ ഉണ്ടായിട്ടില്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഈ 5 അടിയിൽ ഡൈവ് ചെയ്താലും ഡോക്ടർ കൈ പൊക്കിയാൽ 8 അടി 10 അടിയോളം ഇല്ലേ കൈ പൊക്കിയാൽ, ആ കൈയൊടിയോ പെടലിയൊടിയോ നട്ടലൊടിയോ മുട്ടടിയോ ഒരു മൈനർ മിസ്റ്റേക്ക് ഇല്ലാതെ, ഒരു ഇഞ്ചുറിയോ ഒരു ഫസ്റ്റ് എയ്ഡോ ഇല്ലാതെ വെരി ഹാപ്പി ഒരു 2 മണിക്കൂർ സ്വിം ചെയ്തിട്ട് പോകാൻ ഒരാളുടെ ഹെൽപ്പില്ലാതെ ചെയ്യാമോ? ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഇതുപോലൊരു ഡോക്ടർമാർ ഓവർ വെയ്റ്റ് കൊണ്ടും നമ്മുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ ജീവിത കൂടുതൽ വർക്കും കുറച്ച് വിശ്രമവും ആകുമ്പോൾ ഒരുപാട് ആൾക്ക് ഈ പ്രോബ്ലമുണ്ട്. വർക്ക് ടൈം കൂടുതലാണ്.
ഇത് ചെയ്യാൻ അതിന് ഈസിയസ്റ്റ് വേ ആണ് സ്വിമ്മിങ്. വെയ്റ്റ് റെഡ്യൂസിങ്ങുമായി 80 കിലോ റെഡ്യൂസുമായി. സോ വാട്ട് യു പ്ലാൻ? ഇനിയും എന്താണ് ഡോക്ടർ പ്ലാൻ? കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ബാക്ക് സ്ട്രോക്ക് കണ്ടിന്യൂ ചെയ്യുക. അപ്പം വെയ്റ്റും നമുക്ക് ഇനിയും എത്ര കിലോ ആയിരുന്നു സാർ ഇവിടെ വന്നപ്പോഴത്തെ വെയ്റ്റ്? 95. ഇപ്പോൾ പ്രസൻ്റ്ലി എത്രയുണ്ട്? 88. സാറിൻ്റെ BMI എത്രയാണ്? എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റാണ്? 180. അപ്പം 80യിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ പാർട്ട് ഓഫ് ലൈഫ് സ്റ്റൈലാണ് ഹെൽത്ത് ക്ലബ്. ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് സ്വിമ്മിങ്. അത് വളരെ ഹാർഡല്ലാതെ ജിമ്മിലും അതുപോലെ നമ്മൾ ഓപ്പൺ എയർ റണ്ണിങ്ങിലും ഒക്കെ വരുന്ന പാടില്ലാതെ വളരെ സിമ്പിളായിട്ട് എൻജോയ് ചെയ്തു നല്ല ഉറക്കവും നല്ല ഇതായിട്ട് ഫ്രഷായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രഷ്നെസ്സായിട്ടല്ലേ പോയെ. എൻജോയ് ചെയ്യും. അത് ഈ 8 കിലോ റെഡ്യൂസ് മാത്രമല്ല, BLCCയിലോ അതുപോലുള്ളിടത്ത് നമ്മൾ 8 കിലോ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ദേ ആർ ടേക്കിംഗ് ലോഡ് ഓഫ് മണി. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്.